മുഹറത്തിൽ എൻ്റെ കയ്യിൽ 595 ഗ്രാമിന് കണക്കായ പൈസ ഉണ്ടെന്ന് കരുതുക. പിന്നെ അടുത്ത 11 മാസവും പൈസ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അടുത്ത വർഷം മുഹറത്തിൽ 595 ഗ്രാമിന് കണക്കായ പൈസക്കാണോ ഞാൻ സക്കാത്ത് നൽകേണ്ടത്, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള 11 മാസവും ഞാൻ അതിലേക്ക് സ്വരൂപിച്ച് വെച്ച പണത്തിനു കൂടി കൂട്ടിയാണോ ഞാൻ സക്കാത്ത് നൽകേണ്ടത് എന്നാണ് ശ്രോതാവിൻ്റെ സംശയം. വർഷം അവസാനം അയാളുടെ കയ്യിൽ എത്രയാണ് എന്നതാണ് പരിഗണിക്കേണ്ടത്. ഇപ്പൊ കച്ചവടക്കാരന്റെ സക്കാത്ത് കണക്കാക്കുമ്പോൾ ഇന്നാണ് സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ ഇന്നലെ അവന് കിട്ടിയ വിറ്റുവരവും അവന്റെ കൈവശത്തിലുണ്ടല്ലോ. അയാൾ ഒരു കൊല്ലം സമ്പന്നനായി തന്നെയാണ് ഇസ്ലാമിന്റെ ഒരു കണക്ക് പ്രകാരം ജീവിച്ചത്. അപ്പൊ അതുപോലെ കഴിഞ്ഞ മുഹറത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ സക്കാത്തിന് പരിധിയിലുള്ള പണമുണ്ട്. പിന്നെ പണം വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അയാൾ ഈ വർഷം മുഴുവനും സമ്പന്നനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ അത്യാവശ്യ കാര്യങ്ങൾ കഴിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ എത്ര ഉറുപ്പികയുണ്ട്? 595 ഗ്രാം വെള്ളിയുടെ വില വരുന്ന 1,72,000 ഉറുപ്പികയാണ് ഈ കൊല്ലത്തെ 595 ഗ്രാം വെള്ളി എന്ന് പറയുന്നത്. ഈ കൊല്ലത്തല്ല, ഇന്നത്തെ. അപ്പോൾ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ, അദ്ദേഹത്തിന്റെ കയ്യിൽ എത്രയാണ് ബാലൻസ് ഉള്ളത്? അതിന് സക്കാത്ത് കൊടുക്കണം, കടം കഴിച്ച്.